അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ആൾട്ട മ്യൂസിയം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ വഴിയിൽ നിന്ന് കണ്ടൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അവിടെ കുറേ നേരം ആളുകൾ ഇറങ്ങിയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ നമ്മളും ഇറങ്ങി കുറച്ച് നേരം അവിടെ കുട്ടികൾ വെള്ളത്തിലൊക്കെ കളിച്ചു കേട്ടോ. ഇന്നത്തെ ആകാശവും അതുപോലെ ഈ സ്ഥലവും എല്ലാം കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പോരാത്തതിന് ഇന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോർത്ത് കാപ്പിലോട്ടുള്ള യാത്രയിലെ എല്ലാ സ്ഥലങ്ങളും ഒന്നൊന്നിനും മെച്ചാട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളും യാത്രാവിശേഷങ്ങളും അടങ്ങിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിട്ടോ. നിങ്ങൾ കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. അങ്ങനെ ഞങ്ങളിത് നല്ല ഭംഗിയുള്ള ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകണിടയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ എൽഗിനൊന്നും കൂടുതൽ കണ്ടിട്ടില്ല എന്നല്ല, അതായത് മോസിനെ. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടില്ലേ ഫുള്ള് മോസായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വഴിയെ കാണാം. മോസിനെ കാണാത്ത വിഷമല്ലേ ഈ കാഴ്ചയോട് കൂടിയിട്ട് അതാണ് മാറിക്കിട്ടിട്ടോ. കാണാത്ത വിഷമാണ് മാറി. ഒരു മിനിറ്റ്. നമുക്കാണോണ് ഉറുമ്പുകൾ പോണ പോലല്ലേ. നമ്മൾ റൂട്ട് മാറിയിട്ടേ ഈ സ്നോ കൊണ്ട് ഒഴിവാക്കിയ ബാക്കിയൊക്കെ ഒരു സഹാറ പോലെ ഉണ്ട്. ഡ്രൈ ആയി ഉണങ്ങി കിടക്കുന്നു. നമ്മൾ നോർത്ത് കാപ്പിലോട്ട് പോണ വഴിയാണ് കേട്ടോ. കണ്ട ശരിക്കൊരു ഡെസേർട്ട് പോലെ അത്രയും ഡ്രൈ ആയിട്ട് ഒരാളും മനുഷ്യനും ഇല്ലാതെ വെറും ഈ സ്പീഡിൽ പാസ് ചെയ്യണ വണ്ടികൾ മാത്രം. കൂടാതെ രണ്ട് സൈഡിലാണെങ്കിൽ എൽഗാണോ റെയിൻഡിയർ ആണോ അറിയില്ല, എന്തോ ഒരു സാധനം കുറച്ച് ഇങ്ങനെ നമ്മളെ ചെമ്മരിയാടുകളൊക്കെ പോണ പോലെ കൂട്ടായിട്ട് ചിലതൊക്കെ വണ്ടി തട്ടിയിട്ട് റോഡിൽ വീണെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒഴിഞ്ഞ് പരന്ന് കിടക്കുന്ന റോഡുകൾ കേട്ടോ. നമുക്ക് ഈ റോഡിന്റെ അറ്റം വരെ കാണാം. കണ്ടോ ഇവിടെയൊക്കെ ബോർഡ് എൽഗ് അല്ലെ മൂസ് ഉണ്ട് കേട്ടോ. എൽഗിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് കുറെ നേരം കുട്ടികളെ പിടിച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞാല് കുട്ടികളാകെ വിഷമത്തിലിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഏകദേശം പക്ഷെ ഇത് നല്ല വീഡിയോയിൽ നല്ല സൂം ചെയ്ത് നല്ല ഡിസ്റ്റൻസിലായിരുന്നു. മാക്സിമം സൂം ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക അത്ര ക്ലാരിറ്റി അല്ല. എന്നാലും ഒരുപാട് കണ്ടു. ഒരുപാട് കൂട്ടായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇനി പിന്നെ പോണ വഴിക്ക് ഒരുപാടുണ്ടാവും. കാരണം ഇനി അങ്ങോട്ട് ഈ ഇവരെ സ്ഥലമാണ് എൽഗ് മൂസ് റെയിൻഡിയർ ഇതിന്റെയൊക്കെ സ്ഥലങ്ങളാണ്. അപ്പൊ പല സ്ഥലത്തും കാണാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ അങ്ങനെ പോണ വഴിയിൽ ഇതുപോലത്തെ ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഇതിപ്പോ എന്താ ഒരു സിൽവർ ഷോപ്പ്, സോവനിയർ ഷോപ്പ്, അപ്പൊ ഡ്രൈഡ് ഫിഷിന്റെ ഷോപ്പ്, ഇങ്ങനത്തെ ചെറിയ ഷോപ്പുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഫൈനലി നമ്മള് കണ്ടല്ലോ ബേബി. മാറ് സൈഡിക്ക് മാറ്.
നമുക്കിത് 2 ടീമിലുള്ള ഇത് ഫുള്ള് എൽക്കുള്ളത് ഒന്ന് എൽക്ക് കാണുന്നത് പക്ഷെ ഫുള്ള് എൽക്കുള്ളത് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് പോണതിനനുസരിച്ചിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങിട്ടോ നമുക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും. കാരണം നമ്മൾ പോണ 2 സൈഡിലും നിറയെ ഏൽക്കും. അതുപോലെ നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും റോഡിൻ്റെ സെൻറ്ററിലൊക്കെ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ അവർ പോകാൻ വേണ്ടി കുറേ ടൈം വെയിറ്റ് ചെയ്യണതൊക്കെ കുറേ വണ്ടി ഇനി രാത്രിയിൽ ഇടിച്ചിട്ട് പോയതാണെന്നല്ല ഇങ്ങനത്തെ റോഡ് സൈഡിലൊക്കെ ഓരോരോ മോസൊക്കെ ഇങ്ങനെ ചത്തെടുക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. വണ്ടി തട്ടിയിട്ടാണ് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾ കൂടുതലും കേട്ടിട്ടുള്ളത് മോസിനെ കണ്ടിനെ കുറിച്ചിട്ടായിരിക്കും. കാരണം നമ്മൾ ഈ നോർത്തേൺ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കുട്ടികളോട് പറഞ്ഞത് നമുക്ക് എൽഗിനെ കാണാം, മോസിനെ കാണാം എന്നുള്ളത് കേട്ടോ. അത് നമുക്കിവിടെ നോർത്ത് ഏരിയയിൽ മാത്രം പോയാലാണ് ഇത്രയും കൂടുതലായിട്ട് കാണാൻ പറ്റുക. അതുപോലെ ഇത്രയും ശരിക്കും കാണാൻ പറ്റും. നമ്മളെ ഏരിയയിലൊന്നും ഇതില്ലാത്തതുകൊണ്ട് നമുക്കിത് ചിത്രങ്ങളിൽ മാത്രം കണ്ട ഒരു അനിമലാണ്. അങ്ങനെ കുറേ സമയത്തെ യാത്രക്കൊടുവിൽ നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നോർത്ത് ക്യാപ്പിൽ നമ്മൾ എടുത്ത ക്യാമ്പിങ് എത്തിട്ടോ. അങ്ങനെ ഇവിടുത്തെ നമ്മൾ വോയിസ് ഒക്കെ കൊടുത്തിരുന്നു വീഡിയോ ഒക്കെ. പക്ഷെ കാറ്റുകൊണ്ട് ഒരു രക്ഷയില്ല. കാറ്റുമുണ്ട്, അതുപോലെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാത്രി അത്യാവശ്യം ലേറ്റായി 10-11 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. പക്ഷെ വെളിച്ചം കണ്ടോ, പകല് പോലെ ഇരിക്കുന്നുണ്ട്. അന്ന് നൈറ്റ് നമ്മൾ കുട്ടികളുടെ കൂടെ കുറേ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി അടുത്ത ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തലേ ദിവസം താമസിച്ചത്. നമുക്ക് വീടിൻ്റെ ക്യാമ്പിങ്ങിൻ്റെ ഉൾഭാഗം കാണാം. ഇവിടെ നമ്മൾ എടുത്തത് 4 പേർക്കുള്ള റൂമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു ടേബിള്, അതിൻ്റെ ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന 2 വീതം ബെഡ് ഉണ്ട്. ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാണ് കേട്ടോ. ടോയ്ലറ്റ്, കിച്ചണ് എല്ലാം. പിന്നെ അത്യാവശ്യം വേണ്ട പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയാലും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ചെറിയ കിച്ചൺ ഏരിയ. പിന്നെ ടോയ്ലറ്റ്, ബാത്തിങ് ഏരിയ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങണ മുന്നേ അവിടെ ക്ലീൻ ചെയ്യാനുള്ള ആളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എടുത്ത ക്യാമ്പിങ്ങിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന മല പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. അത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ പേരും അവിടെ ഇങ്ങനെ കയറി പോയി നോക്കുന്നുണ്ട്. അപ്പോൾ കാക്കും ഏതായാലും ഞാനും നോക്കട്ടെ പറഞ്ഞിട്ട് കാക്കും ജനും കൂടെ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ മേലെന്ന് നമുക്ക് കാണുന്നൊരു വ്യൂ ആണ് ഇങ്ങനെ. ഇതേപോലെ ഇത് കുറച്ചും കൂടെ കയറിയാൽ അപ്പുറത്തേക്ക് നമുക്കൊരു കടൽ പോലെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നോർത്ത് ഏരിയയിൽ എത്തിയാൽ പിന്നെ ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള കുന്നുകൾ നമുക്ക് അധികം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ പോയാൽ നമ്മൾ നിന്ന ആ ക്യാമ്പിംഗ് ഒക്കെ നമുക്കത് വളരെ ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ നിന്നുള്ളൊരു വ്യൂ. പിന്നെ നമ്മൾ കുറേ യാത്രകൾ ചെറുതുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ യാത്ര ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത യാത്രയിലൊക്കെ നമുക്ക് ഇനിയും പോകണം തോന്നുന്ന ഒരു യാത്രയായിരുന്നു ഈ ലുഫോത്തൻ നോർത്ത് കാപ്പ് യാത്ര. അതേപോലെ തന്നെ നമ്മൾ എവിടേക്ക് യാത്ര പോകണമെങ്കിൽ ഒന്നാമത് ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതിൽ വഴിയിൽ എന്തെങ്കിലും ഇതൊക്കെയാണല്ലോ കാണാൻ ഭംഗി ഉണ്ടാവുക. പക്ഷേ ഈ ലുഫോത്തൻ നോർത്ത് കാപ്പ് യാത്രയിൽ വഴിയിൽ ഓരോ ഭാഗങ്ങളും റോഡ് സൈഡ് ആയാലും റോഡിൽ നിന്നുള്ള വ്യൂ ആയാലും അതുപോലെ നമ്മളെ ഡെസ്റ്റിനേഷൻസ് ആയാലും എല്ലാം ഒന്നൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ലുഫോത്തൻ നോർത്ത് കാപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ ലോങ് ലീവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ. നല്ല അടിപൊളി യാത്രയാണ്. പിന്നെ സമ്മറിലാണ് അവിടെ പോകേണ്ട കറക്റ്റ് സമയം. നോർത്ത് ഏരിയയിൽ ഭയങ്കര കാറ്റാന്ന് പറഞ്ഞില്ല, അത് എത്രത്തോളം നിന്ന് ചെറുതായിട്ടൊന്ന് ഈ വീഡിയോ കണ്ടോക്ക് കേട്ടോ. നമ്മളെടുത്ത ക്യാമ്പിംഗ് ഇല്ലേ, അതിൻ്റെ ഡോറിൻ്റെ വിൻഡോൻ്റെ സൈഡിലൊക്കെ രാവിലെ ആകുമ്പോൾ ഈ എൽഗ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് തൊട്ട് മുന്നേ തന്നെ അവിടെ കുറച്ച് വെള്ളം കുടിക്കാനും പുല്ലേക്കാനൊക്കെ തോന്നുന്നു കുറച്ച് എൽഗുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഇതിൻ്റെ സേനു ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസ് കൊടുത്തത് കേൾക്കാനും നല്ല രസമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ കേൾക്കാൻ ഒരു വഴിയില്ല, കാറ്റിൻ്റെ സൗണ്ടാണ് അതിൽ കൂടുതലുള്ളത്. ഇവിടുന്ന് നോർത്ത് കാപ്പിലോട്ട് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ബാക്കി നോർത്ത് കാപ്പിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.